90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉപഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ വിട നൽകി ദുബായ്. UAE-യിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. വിടവാങ്ങിയത് UAE-യുടെ സാമ്പത്തിക നയരൂപീകരണത്തിലും വികസനത്തിലും മുഖ്യ പങ്കുവഹിച്ച നേതാവ്. കൂടുതൽ മേഖലകളിൽ കോവിഡ് വാക്സിൻ നിർബന്ധമാക്കി സൗദി അറേബ്യ. റെസ്റ്റോറന്റുകളിലും ബാർബർ ഷോപ്പുകളിലും ജോലി ചെയ്യുന്നവർ വാക്സിൻ സ്വീകരിക്കണം. UAE-യിൽ 2196 പുതിയ രോഗികൾ. ഒമാനിൽ ഇന്നു മാത്രം 11 മരണം. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് കേസിൽ സ്റ്റേയില്ല. ചൊവ്വാഴ്ച വരെ തുടർ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. നിയമലംഘനം നടത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണമെന്ന് മുഖ്യമന്ത്രി. ഡോളർ കൈമാറ്റ ആരോപണം തള്ളി സ്പീക്കർ. മൊഴിയെന്ന പേരിൽ പുറത്തുവരുന്നത് അസംബന്ധങ്ങളെന്നും തന്റെ വിദേശയാത്രകൾ രഹസ്യമല്ലെന്നും P. ശ്രീരാമകൃഷ്ണൻ. ഉത്തർപ്രദേശിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളെ ആക്രമിച്ചത് ABVP പ്രവർത്തകരെന്ന് ഝാൻസി റെയിൽവേ സൂപ്രണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഋഷികേശിലെ സ്റ്റഡി ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങിയ സംഘം. മതപരിവർത്തനം നടത്തിയെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും റെയിൽവേ സൂപ്രണ്ട്. കർശന നടപടി വേണമെന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പു നൽകി അമിത്ഷാ. ശബരിമലയിൽ നിയമനിർമ്മാണം ഉറപ്പു നൽകി NDA പ്രകടന പത്രിക. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ജോലി. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് 5 ഏക്കർ ഭൂമി. കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 5000 രൂപ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ്. വർഷത്തിൽ 6 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്നും വാഗ്ദാനം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 12 ദിവസം മാത്രം. പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ. ഇരു മുന്നണികൾക്കും ബദൽ BJP എന്ന് അമിത്ഷാ 24-നോട്. मुख्यमंत्री के खुद की ऑफिस के अंदर बैठकर कोई तस्करी करा रहा है, स्मगलिंग करा रहा है. കേരളത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചു. നടപടി കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന്. ദുബായ് ഉപഭരണാധികാരിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരനാണ്. ഖബറടക്കം ദുബായിൽ നടന്നു. അസുഖബാധിതനായതിനെ തുടർന്ന് മാസങ്ങളായി ചികിത്സയിലായിരുന്ന ഷെയ്ഖ് ഹംദാന്റെ മരണവാർത്ത UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനുസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് രാവിലെ ട്വിറ്ററിലൂടെയാണ് പങ്കുവച്ചത്. സബീൽ പള്ളിയിൽ നടന്ന മയ്യത്ത് നിസ്കാരത്തിൽ ദുബായ് ഭരണാധികാരി അടക്കമുള്ള രാജകുടുംബാംഗങ്ങൾ പങ്കെടുത്തു. തുടർന്ന് ദുബായ് ഹുറൈർ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. UAEയുടെ സാമ്പത്തിക നയരൂപീകരണത്തിലും വികസന മുന്നേറ്റത്തിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ 1971-ൽ UAEയുടെ ആദ്യ ക്യാബിനറ്റ് നിലവിൽ വന്നത് മുതൽ ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. 1995 ജനുവരി 4-ലാണ് ഷെയ്ഖ് ഹംദാൻ ദുബായ് ഉപഭരണാധികാരിയായി അധികാരമേറ്റത്. ദുബായ് പ്രകൃതിവാതക കമ്പനി, വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ് മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും നേതൃപദവിയും വിവിധ കാലങ്ങളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അനുശോചന സൂചകമായി ദുബായിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും 3 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹംദാന്റെ മരണത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഭരണാധിപന്മാർ അനുശോചനം അറിയിച്ചു. 24 ദുബായ്. UAE-യിൽ ഇന്ന് 2196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 5 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 15565 പേരാണ് കോവിഡ് ബാധിച്ച് UAE-യിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് 2196 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 4,46,594 പുതുതായി 2385 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇന്ന് കോവിഡ് ബാധിച്ച് 5 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ UAE-യിലെ കോവിഡ് മരണസംഖ്യ 1456 4,29,573 പേർക്ക് ഇതുവരെ രോഗമുക്തി നേടാനായതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പുതുതായി 2,26,275 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതോടെ രാജ്യത്തെ ആകെ പരിശോധന 36 ദശലക്ഷമായിട്ടുണ്ട്. നിലവിൽ 15,565 പേരാണ് കോവിഡ് ബാധിച്ച് UAE-യിൽ ചികിത്സയിലുള്ളത്. അതേസമയം കർശന കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളോടെ മാർച്ച് 28 മുതൽ ഷാർജയിലെ സർക്കാർ സ്വകാര്യ നഴ്സറികൾക്ക് കുട്ടികളെ സ്വീകരിക്കാൻ അധികൃതർ അനുമതി നൽകി. നഴ്സറികളിൽ ഇതിനായി 1-ലേറെ തവണ പരിശോധന നടത്തിയതായി പ്രാദേശിക അടിയന്തര ദുരന്ത നിവാരണ സംഘം അറിയിച്ചു. 24 ദുബായ്.
സൗദി അറേബ്യയിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 466 കോവിഡ് കേസുകളും 6 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 35 ലക്ഷം കവിഞ്ഞു. ആരാധനയ്ക്കെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ 10 പള്ളികൾ കൂടി അടച്ചു. തുടർച്ചയായ 3-ാം ദിവസവും സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 400 കടന്നു. 466 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 306 പേരാണ് രോഗമുക്തി നേടിയത്. 6 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് കേസുകൾ ഇതോടെ 3,86,300-ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,75,471-ഉം മരണസംഖ്യ 6,624-മായി ഉയർന്നു. 97.2% രോഗമുക്തി നിരക്ക്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 4,205-ആയും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം 627-ആയും വർദ്ധിച്ചു. 45,877 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ 193-ഉം റിയാദ് പ്രവിശ്യയിലാണ്. കിഴക്കൻ പ്രവിശ്യയിൽ 102 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. മക്ക പ്രവിശ്യയിൽ 71-ഉം കസീമിൽ 21-ഉം ഹായിലും മദീനയിലും 13 വീതവും തബൂക്കിൽ 11-ഉം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മറ്റു 6 പ്രവിശ്യകളിലും 10-ൽ താഴെ കോവിഡ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 35,74,510-ആയി. 1,62,000 പേർ 24 മണിക്കൂറിനിടെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ 5 പ്രവിശ്യകളിലായി 10 പള്ളികൾ കൂടി അടച്ചു. ഇതോടെ 1.5 മാസത്തിനിടെ അടച്ച പള്ളികൾ 357-ആയി. ഇതിൽ 336 പള്ളികളും അണുനശീകരണം നടത്തി വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു. 24 ജിദ്ദ. സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിൽ കോവിഡ് വാക്സിൻ നിർബന്ധമാക്കി. റെസ്റ്റോറന്റുകളിലും ബാർബർ ഷോപ്പുകളിലും ജോലി ചെയ്യുന്നവർക്ക് വാക്സിൻ നിർബന്ധമാണ്. കായിക കേന്ദ്രങ്ങളിലും പൊതുഗതാഗത മേഖലയിലുമുള്ള ജീവനക്കാർക്കും വാക്സിൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ PCR പരിശോധന നടത്തണം. റെസ്റ്റോറന്റുകളിലും മറ്റു ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങളിലും ബാർബർ ഷോപ്പുകളിലും വനിതാ ബ്യൂട്ടി സലൂണുകളിലും ജോലി ചെയ്യുന്നവർക്ക് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കി. റമദാൻ അവസാനിക്കുന്നതോടെ, അതായത് മെയ് 13 മുതൽ ഈ മേഖലയിൽ വാക്സിൻ നിർബന്ധമാണെന്നാണ് സൗദി നഗര ഗ്രാമകാര്യ മന്ത്രാലയം അറിയിച്ചത്. വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. തൊഴിലുടമയുടെ ചെലവിലാണ് PCR പരിശോധന നടത്തേണ്ടത്. ഇതിനു പുറമെ കായിക കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്കും മെയ് 13 മുതൽ വാക്സിൻ നിർബന്ധമാക്കിക്കൊണ്ട് സൗദി കായിക മന്ത്രാലയം ഉത്തരവിറക്കി. സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും ജോലി ചെയ്യുന്നവർ വാക്സിൻ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ തൊഴിലുടമയുടെ ചെലവിൽ 7 ദിവസം കൂടുമ്പോൾ PCR പരിശോധന നടത്തണം. പൊതുഗതാഗത മേഖലയിലെ ജീവനക്കാർക്ക് മെയ് 13 മുതൽ വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് സൗദി ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വാക്സിൻ സ്വീകരിക്കുകയോ ആഴ്ചയിലൊരിക്കൽ കോവിഡ് പരിശോധന നടത്തുകയോ ചെയ്യണമെന്നാണ് ഇവർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഒമാനിൽ കോവിഡ് മരണങ്ങളിൽ വൻ വർധന. ഇന്ന് 11 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1644-ആയി. പുതുതായി 741 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് രോഗികളാകുന്നവരുടെ എണ്ണത്തിലും മരണങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒമാനിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പുതുതായി 741 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,53,105-ആയി ഉയർന്നു. ഇന്ന് 11 പേരാണ് കോവിഡ് ബാധിച്ച് ഒമാനിൽ മരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 1644-ആയി. അതേസമയം ഇന്ന് കോവിഡ് മൂലം 68 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 373-ആയി. ഇതിൽ 116 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,40,220 ആയിട്ടുണ്ട്. 92% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 ഒമാൻ. സൗദി അറേബ്യയിൽ തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ ഇൻഷുറൻസിനുള്ള മുഴുവൻ ചെലവ് വഹിക്കേണ്ടത് തൊഴിലുടമയാണെന്ന് കോപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് അറിയിച്ചു. തൊഴിലാളികളെ ഇൻഷുറൻസിനുള്ള ചെലവ് വഹിക്കാൻ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കൗൺസിൽ വ്യക്തമാക്കി. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അവരുടെ ആശ്രിത വിസയിലുള്ള കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് തൊഴിലുടമയാണെന്ന് കൗൺസിൽ ഓഫ് കോപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് വ്യക്തമാക്കി. ഭാര്യമാർക്കും 25 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും അവിവാഹിതരും ജോലിയില്ലാത്തവരുമായ പെൺകുട്ടികൾക്കുമാണ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടത്. ഈ ഗണത്തിൽപ്പെടുന്നവർ എത്ര പേരായാലും അവർക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനായിരിക്കും കുട്ടികളുടെ ഇൻഷുറൻസിന്റെ ഉത്തരവാദിത്വം. തൊഴിലാളി സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ദിവസം മുതലാണ് തൊഴിലുടമകളുടെ പേരിൽ ഇൻഷുറൻസ് നിർബന്ധമാകുന്നത്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസിനുള്ള ചെലവ് തൊഴിലാളികൾ വഹിക്കേണ്ടതില്ല എന്നാണ് കോപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് വ്യക്തമാക്കുന്നത്.
തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ചികിത്സാ ചെലവ് തൊഴിലുടമ വഹിക്കേണ്ടി വരും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി അരാംകോയുടെ ലാഭവിഹിതത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തെ ലാഭവിഹിതമാണ് പകുതിയായി കുറഞ്ഞത്. കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും ആഗോള എണ്ണവിലയിലുണ്ടായ ഇടിവുമാണ് അറ്റാദായം കുറയുന്നതിന് ഇടയാക്കിയത്. സൗദി ദേശീയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ വാർഷിക അറ്റാദായത്തിലാണ് വലിയ കുറവ് രേഖപ്പെടുത്തിയത്. പോയ വർഷം കമ്പനി നേടിയ ലാഭം 18,378 കോടി റിയാലായി കുറഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 44.4% കുറവാണ് ഉണ്ടായത്. 3,070 കോടി റിയാലായിരുന്നു 2019 അറ്റാദായം. കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും ആഗോള എണ്ണവിലയിലുണ്ടായ ഇടിവും കമ്പനിയുടെ വിൽപ്പനയെ സാരമായി ബാധിച്ചു. സമീപകാലത്തു നേരിട്ട ഏറ്റവും ദുഷ്കരവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ വർഷമാണ് കടന്നുപോയതെന്നും വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുബൈറുദ്ദീനൂർ, 24, ദമാം. ഇടത് സർക്കാരിനെതിരെ വിധിയെഴുതണമെന്ന് റിയാദ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. KMCC ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് അഷ്റഫ് വേങ്ങയോട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളെ അപമാനിക്കുകയും കോവിഡ് വാഹകരായി അവഹേളിക്കുകയും ചെയ്ത ഭരണകൂടമാണ് പിണറായി സർക്കാരിൻ്റേത്. നാട്ടിലെത്താൻ കാലുപിടിച്ചു കരഞ്ഞവരോട് കാട്ടിയ ക്രൂരത പ്രവാസി സമൂഹം മറന്നിട്ടില്ല. ഇത് നിരവധി പ്രവാസി കുടുംബങ്ങളെ അനാഥമാക്കി. പ്രായം കൂടിയവരും അസുഖം ബാധിച്ചവരുടെയും ജീവൻ വിദേശ നാടുകളിൽ പൊലിയാൻ സർക്കാരിന്റെ ശാഠ്യം ഇടയാക്കി. ഏകാധിപത്യവും ധാർഷ്ട്യവുമായിരുന്നു മഹാമാരിയുടെ കാലത്ത് സർക്കാരിനെ നയിച്ചത്. ഇതിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കണം തെരഞ്ഞെടുപ്പെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. പരിപാടിയിൽ റിയാദ് UDF ചെയർമാൻ കുഞ്ഞി കുമ്പള അധ്യക്ഷത വഹിച്ചു. രഘുനാഥ് പറശ്ശിനിക്കടവ്, SV അർഷുൽ അഹമ്മദ്, സലീം കളക്കര, ഷെഫീഖ് കൂടാളി, കബീർ വയലത്തൂർ, നവാസ് വെള്ളിമാടുകുന്ന എന്നിവർ പ്രസംഗിച്ചു. അബ്ദുള്ള വല്ലാഞ്ചിറ ആമുഖ പ്രഭാഷണം നടത്തി. CP മുസ്തഫ സ്വാഗതവും ഷംനാഥ് കരുനാഗപ്പള്ളി നന്ദിയും പറഞ്ഞു. 24 റിയാദ്. ആഗോള പ്രവാസി കൂട്ടായ്മ സ്പാർക്കിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കും. പ്രവാസി ക്ഷേമം, പുനരധിവാസം എന്നിവയാണ് സ്പാർക്ക് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. സൊസൈറ്റി ഫോർ പ്രവാസി എയ്ഡ് ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് കേരളൈറ്റ്സിന്റെ ഉദ്ഘാടനം മാർച്ച് 26 വൈകുന്നേരം 4:30 നടക്കും. ഓൺലൈനിൽ നടക്കുന്ന പരിപാടിയിൽ ഫാദർ ഡേവിഡ് ചിറമേൽ, സഫാരി TV മേധാവി സന്തോഷ് ജോർജ് കുളങ്ങര, ഡോക്ടർ CV ആനന്ദബോസ് IAS, ഷിഹാബ് കൊട്ടുകാട് എന്നിവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച ചികിത്സാ സഹായം, സൊസൈറ്റിയുടെ വെബ്സൈറ്റ് പ്രകാശനം, പ്രവാസി പുനരധിവാസ ബിസിനസ് സംരംഭത്തിന്റെ ലോഗോ പ്രകാശനം, പ്രാഥമിക അംഗത്വ വിതരണം, ജോലി നഷ്ടപ്പെട്ട നാട്ടിലെത്തിയ പ്രവാസിക്ക് സൊസൈറ്റിയിൽ നിയമനം, സ്പാർക്ക് വാർത്താപത്രികയുടെ പ്രകാശനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ സേവ്യർ കടന്നുക്കരി, സെക്രട്ടറി ഷെറിൻ ജോസഫ്, വൈസ് ചെയർമാൻ മുജീബ് റഹ്മാൻ, ഡിനു ഡാനിയൽ, മുഹമ്മദ് അഷ്റഫ്, ഗ്ലീറ്റസ് മാത്യു എന്നിവർ പങ്കെടുത്തു. 24 റിയാദ്. സൗദിയിൽ പ്രവാസിയായ മലയാളി ചിത്രകാരിക്ക് പാരീസിൽ ചിത്ര പ്രദർശനം നടത്താൻ ക്ഷണം. തൃശൂർ സ്വദേശി വിനി വേണുഗോപാലിന് സൗദിയിലെ ഫ്രഞ്ച് അംബാസഡറാണ് ചിത്ര പ്രദർശനത്തിന് അവസരം വാഗ്ദാനം ചെയ്തത്. റിയാദിലെ എക്വിസ്റ്റിക് ആർട്ട് ഗാലറിയിൽ വിനി വേണുഗോപാലിന്റെ ചിത്രപ്രദർശനം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് ഉദ്ഘാടനം ചെയ്തത്. ബ്രഷുകളില്ലാതെ വിരലുകൾ ഉപയോഗിച്ചുള്ള ചിത്രരചനാ ശൈലിയാണ് വിനി വേണുഗോപാലിന്റെ പ്രത്യേകത. ആർട്ട് ഗാലറി സന്ദർശിച്ച ഫ്രഞ്ച് അംബാസഡർ ലുഡോവിക് പൗലിയെ ചിത്രങ്ങളും രചനാശൈലിയും ആകർഷിച്ചതോടെയാണ് പാരീസിൽ പ്രദർശനത്തിന് അവസരമൊരുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ന് വിനി വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യൻ അംബാസിഡറും ഫ്രഞ്ച് അംബാസിഡറും പെയിന്റിങ്സ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് അംബാസിഡറിന് പെയിന്റിങ്സ് എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആർട്ടിന്റെ ക്യാപിറ്റൽ തന്നെ പാരീസ് ആണ്. അപ്പോൾ അവിടെയുള്ളൊരു പ്രസ്റ്റീജിയസ് ഗാലറിയിലോട്ട് പെയിന്റിങ്സ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ഓഫറും തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 4 തവണ പ്രദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും റിയാദിൽ പ്രവാസം ആരംഭിച്ചതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ രചനകൾ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വിനി പറഞ്ഞു. GCC രാഷ്ട്രങ്ങൾക്ക് പുറമെ അമേരിക്ക, ഇറ്റലി, സൗത്ത് ആഫ്രിക്ക, തുർക്കി എന്നിവിടങ്ങളിലെ പ്രമുഖ ആർട്ട് ഗാലറികൾക്കു വേണ്ടി ചിത്രം വരച്ചു നൽകുന്നുണ്ട്. വേറിട്ട പ്രമേയത്തിലാണ് റിയാദിൽ പ്രദർശനം നടത്തുന്നതെന്നും അവർ പറഞ്ഞു. എൻ്റെ എക്സിബിഷൻ്റെ പേര് ട്രയംഫ് ഓഫ് ഫിംഗർ പെയിൻറ്റിങ്സ് എന്നാണ്. അതിന് ഞാൻ 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്വേൾസ്, ഫ്ലാഷസ് ആൻഡ് ഹാഫ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആനിമൽ
ഹാഫ്സ് ആണ്. അതിൽ ഐസാണ് കൂടുതലായിട്ട് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ടു അവർ ഹേർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഐസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഹാഫ് പാർട്ട് വ്യൂവറിന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ്, പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സ്വേൾസ് എന്ന് പറയുമ്പോൾ സൂഫിസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെക്കുറിച്ചാണ് ചെയ്തിരിക്കുന്നത്, ഡിവൈൻ ഡാൻസിനെ കുറിച്ച്. പിന്നെ സ്പ്ലാഷസ് എന്ന് പറയുമ്പോൾ മെയിൻലി വാട്ടർ സ്പ്ലാഷസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റിയാദിൽ ഏപ്രിൽ 12 വരെ നടക്കുന്ന പ്രദർശനത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരും രാജകുടുംബാംഗങ്ങളും ബിസിനസ് പ്രമുഖരും സന്ദർശനത്തിനെത്തുന്നുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരേ സമയം 20 പേർക്ക് മാത്രമാണ് പ്രവേശനം. മുജീബ് ചങ്ങരംകുളത്തിനൊപ്പം നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. ജിദ്ദയിലെ പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ 12ാം വാർഷികാഘോഷം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകുന്നേരം 4:30 മണി മുതൽ ഓൺലൈൻ വഴി നടക്കുന്ന പരിപാടി ചലച്ചിത്ര താരം ചിപ്പി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും. നടൻ ജഗദീഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നാട്ടിലും വിദേശത്തുമുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും. കലാ സാംസ്കാരിക മേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് PGS നൽകുന്ന ഈ വർഷത്തെ ഉല്ലാസ് കുറുപ്പ് സ്മാരക അവാർഡ് മുഹസിൻ കാളികാവിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഷാജി ഗോവിന്ദ് സ്മാരക പുരസ്കാരം KTA മുനീറിനും സമ്മാനിക്കും. സ്കൂളിൽ മികച്ച വിജയം നേടിയ PGS അംഗമായ രോഹൻ കോശി തോമസിനെ ചടങ്ങിൽ ആദരിക്കും. MBK ചെറിയാൻ, വിലാസ് കുറുപ്പ്, അബ്ദുൾ സിയ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗൾഫ് ഫോക്കസ് തുടരുകയാണ്. ഝാൻസിയിൽ കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ചത് ABVP പ്രവർത്തകരെന്ന് റെയിൽവേ പോലീസ് സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തൽ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകി. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തെഴുതി. 4 കന്യാസ്ത്രീകൾ ട്രെയിനിൽ വെച്ച് അതിക്രമത്തിനിരയായ സംഭവത്തിലാണ് ജാസി റെയിൽവേ സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തൽ. ABVP പ്രവർത്തകരാണ് അതിക്രമം നടത്തിയതെന്ന് ജാസി റെയിൽവേ സൂപ്രണ്ട് നയീം ഖാൻ മൻസൂരി വ്യക്തമാക്കി. ഋഷികേശിൽ നിന്നും പഠന ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങവെയാണ് മതപരിവർത്തനം ആരോപിച്ച് ഇവർ കന്യാസ്ത്രീകളെ തടഞ്ഞത്. എന്നാൽ ആരോപണം തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. उसके पश्चात प्रभारी निरीक्षक झांसी सुनील कुमार सिंह और मैं मौके पर पहुंचे। प्रकरण की पूरी जांच की तो पता चला कि 2 युवतियां जो राउरकेला उड़ीसा की थीं, जो ट्रेनिंग कर रही थी दिल्ली में, उनकी जांच की गई, उनके सर्टिफिकेट की जांच की गई। तो दोनों लड़कियों के पास से बैप्टिज्म सर्टिफिकेट मिला जो 2003 का था। बैप्टिज्म सर्टिफिकेट क्रिश्चियन रिलीजन में नामकरण का होता है, तो जिससे ये प्रूफ हो गया कि दोनों युवतियाँ बाई बर्थ ही क्रिश्चियन थी। उनको किसी प्रकार का धर्मांतरण नहीं कराया जा रहा था, ये केवल उनको एक शक था जिसका निराकरण किया गया। और इसके बाद मामले को शॉर्ट आउट करके संबंधित दोनों युवतियों को और दोनों नन को अपने गंतव्य के लिए राउरकेला उड़ीसा रवाना किया. സംഭവം രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കാഞ്ഞിരപ്പള്ളിയിലെ പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകി. मैं केरल की जनता को आश्वस्त करना चाहता हूं, यूपी में भारतीय जनता पार्टी की सरकार है। केरल के किसी भी नागरिक को चिंता करने की जरूरत नहीं है। जो भी आरोपी है, जिन्होंने भी ये किया है, उनको कानून के हवाले जल्द से जल्द करने का काम भारतीय जनता पार्टी की सरकार करेगी. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തെഴുതി. പുതുതായി ക്രിസ്തുമതം സ്വീകരിച്ചവർ എന്ന കത്തിലെ പ്രയോഗം വിവാദമായതോടെ അത് പിന്നീട് തിരുത്തി. സംഭവത്തിൽ പ്രതിഷേധവുമായി കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും രംഗത്ത് വന്നു. 24 ഡൽഹി. ശബരിമല ആചാര സംരക്ഷണത്തിനും ലവ് ജിഹാദിനുമെതിരെ നിയമനിർമ്മാണം നടപ്പാക്കുമെന്ന വാഗ്ദാനവുമായി NDA പ്രകടന പത്രിക. സാമൂഹ്യക്ഷേമ പെൻഷൻ 3500 രൂപയാക്കും. BPL കുടുംബങ്ങൾക്ക് 1 വർഷത്തിൽ 6 സൗജന്യ പാചകവാതക സിലിണ്ടർ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. ആചാര സംരക്ഷണം, ക്ഷേത്രഭരണം, ഒപ്പം സർവ്വമേഖലയിലെ വികസനവും NDA പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. NDA അധികാരത്തിലെത്തിയാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 3500 രൂപയാക്കും. BPL കുടുംബങ്ങൾക്ക് 1 വർഷത്തിൽ 6 പാചകവാതക സിലിണ്ടർ സൗജന്യമായി നൽകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൃഷി ചെയ്യാൻ 5 ഏക്കർ ഭൂമി. ഓരോ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിൽ. ശബരിമലയിലെ സമഗ്ര വികസനത്തിന് അതോറിറ്റി. ഒപ്പം ശബരിമലയിലും ലവ് ജിഹാദിനെതിരെയും നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ടെററിസം ഫ്രീ കേരള, ഹംഗർ ഫ്രീ കേരള, ലെജിസ്ലേഷൻ ഫോർ ശബരിമല, മന്ത്ലി 5000 rupees, ലെജിസ്ലേഷൻ ഓൺ ലവ് ജിഹാദ്. ക്ഷേത്രഭരണം രാഷ്ട്രീയ വിമുക്തമാക്കും. പകരം സ്വതന്ത്രവും ഭക്തജന നിയന്ത്രിതവുമായ ക്ഷേത്രഭരണ വ്യവസ്ഥ. എല്ലാവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി. മുഴുവൻ തൊഴിൽ മേഖലയിലും മിനിമം വേതനം. BPL വിഭാഗത്തിലെ കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 5000 രൂപ സഹായം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് നൽകുന്ന പെൻഷൻ നിർത്തലാക്കും.
സർക്കാരിന്റെ ഭരണച്ചെലവ് 30% വെട്ടിക്കുറയ്ക്കും. ശക്തവും വ്യാപകവുമായ സഹകരണ ബാങ്കിങ്ങും ഒപ്പം വർഗീയ താൽപര്യങ്ങളിലൂന്നിയ ഇസ്ലാമിക ബാങ്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും കേരളം ഭീകരവാദ വിമുക്തമാക്കുമെന്നും പ്രകടന പത്രികയിൽ NDA വാഗ്ദാനം ചെയ്യുന്നു. 24 തിരുവനന്തപുരം. LDF-നും UDF-നുമെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ താവളമായി മാറി. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്നും അമിത്ഷാ 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറയിൽ നടന്ന റോഡ് ഷോയ്ക്കിടെയാണ് അമിത്ഷാ 24-നോട് പ്രതികരിച്ചത്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച കേരളം അഴിമതിക്കളമായി മാറി. UDF ഭരണകാലത്ത് സോളാർ അഴിമതിയും LDF ഭരണകാലത്ത് ഡോളർ കടത്തും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള അഴിമതികൾ നടത്തിയെന്ന് അമിത്ഷാ 24-നോട് പറഞ്ഞു. पहले सोलर स्कैम हुआ, बाद में गोल्ड स्कैम हुआ, डॉलर स्कैम हुआ. मुख्यमंत्री के खुद की ऑफिस के अंदर बैठकर कोई तस्करी करा रहा है, स्मगलिंग करा रहा है. इससे बड़ा कोई मैं नहीं मानता नैतिकता का सवाल हो सकता है. കേരളത്തിൽ BJP മികച്ച വിജയം കൈവരിക്കുമെന്നും അമിത്ഷാ പ്രതികരിച്ചു. हम अच्छा परफॉर्म करेंगे, जन समर्थन बहुत प्राप्त होगा. भारतीय जनता पार्टी को बहुत अच्छा रिस्पॉन्स मिला. തൃപ്പൂണിത്തുറയിൽ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പ്രചാരണത്തിനിടെയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. NDAയുടെ A ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പ്രചാരണ ജാഥ നടന്നത്. ലക്ഷ്മി അരുൺ, 24 കൊച്ചി. NSS-നെ കടന്നാക്രമിക്കാതെയും നിലപാടിൽ അയവ് വരുത്താതെയും CPIM സംസ്ഥാന നേതൃത്വം. സർക്കാരിനെതിരെ NSS നിലപാട് വിശദീകരിക്കുന്നതിൽ പൊതുജനത്തിന് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടതു നേതാക്കളുടെ വിമർശനങ്ങൾക്കെതിരെ വിരട്ടാൻ നോക്കേണ്ടെന്നായിരുന്നു NSS-ന്റെ പ്രതികരണം. ശബരിമലയുടെ പേരിൽ ഇടതു നേതാക്കളും NSS-ഉം തമ്മിലുള്ള വാക്പോര് തുടരുകയാണ്. സർക്കാരിനെതിരെ തുറന്നടിച്ച നിലപാട് NSS സ്വീകരിക്കുമ്പോഴും കടുത്ത വിമർശനങ്ങളിലേക്ക് പോകാൻ ഇടതു നേതാക്കൾ തയ്യാറാകുന്നില്ല. സർക്കാരിനെതിരായ NSS നിലപാടിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്നും വിശദീകരിക്കേണ്ടത് NSS നേതൃത്വമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. NSS-ഉമായി സർക്കാരിന് പ്രശ്നങ്ങളില്ല. നാട്ടിൽ അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞൊരു അഭിപ്രായം വരുന്നുണ്ട്. എന്താണ് ഒരു പ്രത്യേക തരത്തിൽ പെരുമാറ്റം വരുന്നത്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, NSS-നോട് വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ഗവൺമെന്റ് എന്ന നിലക്കും പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ശബരിമല വിഷയത്തിൽ NSS-ഉമായി തർക്കത്തിനില്ലെന്നായിരുന്നു MA ബേബിയുടെ നിലപാട്. വിശ്വാസം സംരക്ഷിക്കണമെന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സങ്കോചവും കൂടാതെ പറയാൻ കഴിയും. വ്യക്തികളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. സർക്കാരുമായി ആർക്കും പ്രശ്നങ്ങളില്ലെന്നായിരുന്നു S രാമചന്ദ്രൻ പിള്ളയുടെ പ്രതികരണം. NSS പറയുന്നത് അവരുടെ നിലപാടാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ആരുമായും ശത്രുതയില്ല. സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകാത്തത് ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഷ്ട്രീയമാകുന്നത് എങ്ങനെയെന്നായിരുന്നു NSS-ന്റെ മറുചോദ്യം. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഭക്തർക്കൊപ്പം സർക്കാർ നിന്നില്ല. മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ സർക്കാർ നിസ്സാരവൽക്കരിച്ചു. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണം വൈകിയാണ് നടപ്പിലാക്കിയത്. NSS-നെ ആരും വിരട്ടാൻ നോക്കേണ്ടെന്നും നേതൃത്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. താൻ നടത്തിയ വിദേശയാത്രകളൊന്നും രഹസ്യമല്ലെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. യാത്രയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ സത്യവുമായി പുലബന്ധമില്ലാത്തവയാണ്. ഡോളർ കൈമാറ്റവും പണ കൈമാറ്റവും ഉണ്ടായിട്ടില്ല. പ്രവാസി സുഹൃത്തുക്കളുമായി ഇനിയും ബന്ധപ്പെടുമെന്നും അതിന്റെ പേരിൽ പേടിപ്പിക്കാൻ വരേണ്ടെന്നും സ്പീക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സ്റ്റേയില്ല. കേസ് സംസ്ഥാന സർക്കാരിന്റെ മറുപടിക്കായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ ED ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ സോളിസിറ്റർ ജനറലിനെയാണ് ED ഇന്ന് കളത്തിലിറക്കിയത്. EDക്കെതിരായ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും സ്വപ്ന സുരേഷ് മാജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴിയിലൊന്നും ഇപ്പോഴത്തെ കേസിന് ആധാരമായ ആരോപണത്തെക്കുറിച്ച് പരാമർശമില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. കേസിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേസന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന EDയുടെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. ഇതോടെ ഹർജിയിൽ പ്രാഥമിക വാദം മാത്രം കേട്ട കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സ്റ്റേ ഏർപ്പെടുത്തണമെന്ന എൻഫോഴ്സ്മെന്റ് ആവശ്യം നിരാകരിച്ചു. എന്നാൽ കേസിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കുന്നതുവരെ
ED ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസുമായി ക്രൈംബ്രാഞ്ചിന് മുന്നോട്ടു പോകാമെന്നും സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് തടസ്സങ്ങളില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. സംസ്ഥാനത്തെ ഇരട്ട വോട്ടുകൾ പരിശോധിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. 1,00,000-ലധികം ഇരട്ട വോട്ടുകളുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. ഇരട്ട വോട്ടുകൾ പരിശോധിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. നിയമസഭാ മണ്ഡലം തിരിച്ച് 140 മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കും. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാകും പരിശോധന. ഇരട്ട വോട്ട് എങ്ങനെ വന്നുവെന്ന് കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കും. സംസ്ഥാനത്ത് 1,09,693 ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പുതിയ ആരോപണം. ഒരേ വോട്ടർക്ക് പല മണ്ഡലത്തിൽ വോട്ടുള്ളതായി ചെന്നിത്തല ആരോപിച്ചു. 1,09,693 വ്യാജ വോട്ടർമാർ മണ്ഡലം മാറി അവരുടെ വോട്ടുകൾ ചേർത്തിരിക്കുന്നു. കണ്ണൂരിലുള്ള വോട്ടർമാർ അഴീക്കോട് പോയി വോട്ട് ചെയ്യും, കണ്ണൂരിൽ വോട്ട് ചെയ്യും, അഴീക്കോട് വോട്ട് ചെയ്യും. കല്യാശ്ശേരിയിലുള്ള ആളുകൾ കല്യാശ്ശേരിയിൽ വോട്ട് ചെയ്യും, അഴീക്കോട് വോട്ട് ചെയ്യും. ഇത് ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. ഇടത് അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണ് ക്രമക്കേടിന് പിന്നിൽ. ഇതിനായി CPM ഗൂഢാലോചന നടത്തിയെന്നും രമേശ് ചെന്നിത്തല. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. കേരളത്തിന്റെ ജനവിധിയെ അട്ടിമറിക്കാൻ ബോധപൂർവമായി ഭരണകക്ഷി ചെയ്യുന്ന ഒരു കൃത്രിമ മാർഗമായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. രമേശ് ചെന്നിത്തല പുറത്തുവിട്ട തെളിവുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ളതാണെന്ന് മുഖ്യമന്ത്രി. ഇരട്ട വോട്ടിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ല, വന്നിടത്തോളം തെളിവ് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണല്ലോ ചെയ്തതെന്നാണല്ലോ എല്ലാം വ്യക്തമായല്ലോ. പാർട്ടിയും സർക്കാരും അല്ല ഇതിൽ എടുക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് സർക്കാരിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷനാണ് ആവശ്യമായ നടപടി എടുക്കുക. അത് എടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി 24news.com സന്ദർശിക്കുക. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. Number 1 election channel 24.